വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിൽ നിന്നും തിരിച്ച് പുലർച്ചെ കൈലാസത്തിലെത്തുമെന്നായിരുന്നു കാശി അനഘയെ വിളിച്ചപ്പോൾ പറഞ്ഞത്. കാശി വരുന്നതും ആലോചിച്ച് അനഘ രാത്രി ഒരു പോള കണ്ണടച്ചില്ല. പിന്നീടെപ്പോഴോ അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ആരോ തന്നെ പൊതിഞ്ഞു പിടിച്ചതറിഞ്ഞ മയക്കത്തിൽ നിന്നും അനഘ ഞെട്ടി ഉണർന്നു. നിമിഷങ്ങൾക്കകം തൻ്റെ പ്രിയപ്പെട്ടവനാണ് തനിക്കരികിലെന്നറിഞ്ഞതും അനഘ അത്യധികം സന്തോഷത്തോടെ ആ മുഖത്തിന് നേരെ തിരിഞ്ഞു കിടന്നു. സീറോ ബൾബിൻ്റെ വെളിച്ചത്തിൽ അവളെ തന്നെ ഉറ്റുനോക്കി കിടക്കുന്ന കാശിയുടെ കണ്ണുകൾ കണ്ടതും തൻ്റെ ഉടലാകെ കുളിരുന്നത് പോലെ അവൾക്ക് തോന്നി. കിച്ചേട്ടൻ എപ്പോഴാ വന്നേ? എന്തേ എന്നെ വിളിക്കാഞ്ഞേ? അമ്മയാണോ വാതിൽ തുറന്ന് തന്നേ? സോറി കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി. എന്നൊന്ന് വിളിച്ചൂടായിരുന്നോ കിച്ചേട്ടനെ? എൻ്റെ പെണ്ണെ, ഞാൻ കുറച്ചു മുമ്പെത്തി. ഫ്രഷായതാ, ഇപ്പം നിൻ്റെ കൂടെ കിടന്നതേ ഉള്ളൂ. എൻ്റെ ലക്ഷ്മിക്കുട്ടി കിടന്നുറങ്ങിക്കേ, സമയം 3 മണി ആയതേ ഉള്ളൂ. അല്ല കിച്ചേട്ടാ. അനഘ വീണ്ടും എന്തോ പറയാൻ വന്നതും കാശി അവളുടെ ചുണ്ടിന് മുകളിൽ ചൂണ്ടുവിരൽ വെച്ച് തടഞ്ഞു. കാശിയുടെ സ്പർശനത്തിൽ അനഘ കണ്ണിമ ചിമ്മാതെ അവനെ തന്നെ നോക്കി നിന്നു. നമുക്ക് സംസാരിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇപ്പം ഞാനെൻ്റെ പെണ്ണിനിങ്ങനെ കെട്ടിപ്പിടിച്ചൊന്ന് കിടക്കട്ടെ. കാശി അനഘയെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അനഘ ഒരു ചെറു ചിരിയോടെ കാശിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. അവളുടെ കൈകൾ അവനെ വലയം ചെയ്തു. കാശിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞതും അനഘയത് കണ്ണടച്ച് ഏറ്റുവാങ്ങി. തൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ച് കാശിയും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചിൻ്റെ ചൂടേറ്റുകൊണ്ട് അനഘയും സുഖനിദ്രയിലാണ്ടു. കുഞ്ഞാറ്റയുടെ ശബ്ദം കേട്ടാണ് അനഘ കണ്ണുകൾ തുറന്നത്. തൻ്റെ മേൽ ചുറ്റിപ്പിടിച്ച കാശിയുടെ കൈകൾ മാറ്റി അനഘ കുഞ്ഞാറ്റയെടുത്ത് തോളിലിട്ടു. കാശി നല്ല ഉറക്കമായിരുന്നതിനാൽ ഒന്നും അറിഞ്ഞിരുന്നില്ല. കുഞ്ഞിനെ കഴുകിച്ച് ഡ്രസ്സ് മാറ്റി പാല് കൊടുത്ത് അനഘ താഴേക്ക് കൊണ്ടുചെന്നു. വിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്ത് കുളിക്കാനായി തിരിച്ച് റൂമിലേക്ക് തന്നെ ചെന്നു. വാതിലടിച്ച് തിരിഞ്ഞതും ബെഡിൽ സുഖനിദ്രയിലായിരുന്ന കാശിയെ കണ്ട് അനഘയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവനടുത്ത് ചെന്നൊന്ന് തലോടി കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഫ്രഷാവാനായി പോയി. ഫ്രഷായി താഴെ ചെന്ന് ഭവാനിയുടെ ഭക്ഷണമുണ്ടാക്കാൻ സഹായിച്ചു. വിച്ചു അപ്പോഴേക്കും ക്ലാസ്സിൽ പോയിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അനഘ കാശി എഴുന്നേറ്റിട്ട് കഴിക്കാമെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. അത് കണ്ട് ഭവാനിയും സേതുവും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. ഭവാനിയും സേതുവും ഭക്ഷണം കഴിച്ചതും കുഞ്ഞാറ്റയെ ഭവാനിയുടെ കയ്യിൽ കൊടുത്ത് അനഘ കാശിയെ വിളിക്കാനായി മുകളിലേക്ക് ചെന്നു. മുറിയിലെത്തിയ അനഘയ്ക്ക് അവൻ്റെ ഉറക്കം കണ്ട് വിളിക്കാൻ തോന്നിയില്ല. അവൾ കാശിയുടെ അടുത്ത് കിടന്നു. പിന്നെ പതിയെ അവൻ്റെ കൈയെടുത്ത് കവിളിനിടയിൽ വെച്ച് കാശിയെ നോക്കി കിടന്നു. ഉറക്കമുണർന്ന കാശി തന്നെ ഇമിച്ചിമാതെ നോക്കുന്ന അനഘയാണ് കണ്ടത്. അനഘയുടെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും മനസ്സിലാകുന്ന കാശിക്ക് ഇതിനോടകം തന്നെ അവളും തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായിരുന്നു. അവളെ നോക്കിക്കിടന്നതും കാശിക്കൊരു കുസൃതി തോന്നി. അവൻ്റെ മുഖം പതിയെ അനഘയിലേക്ക് താഴ്ന്നു വന്നു. അവളുടെ കണ്ണുകൾ അവനിൽ നിന്നെന്തോ പ്രതീക്ഷിക്കുന്നത് പോലെ കാശിക്ക് തോന്നി. അവളുടെ ചുവന്ന തുടുത്താതരങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നു. അനഘയുടെ കവിളിനിടയിൽ വെച്ച കൈകൾ പതിയെ മാറ്റി അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിൽ ഒതുക്കി. അവൻ്റെ ചുടുനിശ്വാസം അവളിൽ പതിഞ്ഞതും അനഘയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കാശി അവളുടെ ആദരത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി. ഒരു പിടച്ചിലോടെ അവളുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നു. അവളുടെ സമ്മതം കിട്ടിയതും കാശി അവളുടെ ആദരങ്ങളെ പതിയെ നുകരാൻ തുടങ്ങി. ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ കാശി അവളുടെ ആദരങ്ങളെ മാറി മാറി നുകർന്നതും അനഘ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. അവളുടെ ആദരങ്ങളിലെ തേൻ എത്ര നുകർന്നിട്ടും അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല. അനഘ പതിയെ തളർന്നു തുടങ്ങിയിരുന്നു. അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് കാശി അവളുടെ ആദരത്തെ പതിയെ സ്വതന്ത്രമാക്കി. അവളെ പതിയെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. വാടിയ താമര തണ്ട് പോലെ അനഘ അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു. അവളുടെ ശ്വാസഗതി നേരെയാവുന്നത് വരെ കാശി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അനഘയുടെ ഹൃദയമിടിപ്പ് സാവധാനത്തിലായതും കാശി അനഘയുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ ഉയർത്തി. കാശിയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധം നാണത്താൽ അവൾ വിവശയായിരുന്നു. അവളുടെ മുഖം അവൻ്റെ ചുടുചുംബനത്താൽ ചുവന്നിരുന്നു. അവളുടെ ആദരങ്ങളിൽ നിന്ന് ചോര തൊട്ടെടുക്കാൻ പാകത്തിന് തുടുത്തു നിന്നിരുന്നു. ലക്ഷ്മി, എന്നെ ഒന്ന് നോക്ക് പെണ്ണേ. അവളുടെ മുഖം കൈവിരലാൽ ഉയർത്തി. അവളുടെ കണ്ണുകൾ പതിയെ തുറന്നു. അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയം അവളിൽ നാണം വിരിയിച്ചു. എൻ്റെ പെണ്ണിൻ്റെ ഈ നാണം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ, എന്തു പറ്റി? ഞാൻ ഈ ചുണ്ടിൽ നിന്നും എടുത്തതിൻ്റെ കൂട്ടത്തിൽ നിന്റെ സംസാരവും ഉണ്ടായിരുന്നു. കാശി അവളുടെ ചുണ്ടിൽ തടവിക്കൊണ്ട് ചോദിച്ചതും അനഘ ഒന്ന് വിറച്ച് അവൻ്റെ കൈകളിൽ പിടിച്ചു. കിച്ചേട്ടാ,
താഴേക്ക് പോവട്ടെ. അനഘ കുതറി മാറി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കാശി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. നിൽക്ക് പെണ്ണെ, മതിയായിട്ടില്ല എനിക്ക്. കാശി അവളുടെ ചുണ്ടിനെ കവരാനായി മുഖമടിപ്പിച്ചതും അനഘ പെട്ടെന്ന് അവൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചു. കാശിക്ക് വേദനയെടുത്ത് അവളിൽ നിന്ന് കൈ അയച്ചതും അനഘ അവനിൽ നിന്നും കുതറി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. അതെ, ഫ്രഷായി താഴേക്ക് വാ, ഒരുമിച്ച് ഫുഡ് കഴിക്കാം. അനഘ വാതിൽക്കലെത്തിയതും അവനെ നോക്കി വിളിച്ചു പറഞ്ഞു. കാശി ഒരു ചിരിയോടെ നെഞ്ചിൽ കൈവച്ച് ബെഡിലേക്ക് വീണു. ആ ചുംബനത്തിൻ്റെ ചൂടിപ്പോഴും തന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കാശിക്ക് തോന്നി. അനഘയുടെ തലയണ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് കുറച്ചു സമയം കെട്ടിപ്പിടിച്ച് കിടന്നു. മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അനഘ ചുമരിൽ ചാരി നിന്നു. കാശിയുടെ ചൂട് തൻ്റെ ശരീരത്തെ ഇനിയും വിട്ടു പോയിട്ടില്ലെന്ന് മനസ്സിലാക്കി അവൾ നാണത്താലൊന്ന് പുഞ്ചിരിച്ചു. താഴെ നിന്നും ഭവാനിയുടെ ശബ്ദം കേട്ടതും അനഘ മുഖമൊന്ന് അമർത്തി തുടച്ച് താഴേക്ക് ചെന്നു. ടേബിളിൽ ഭക്ഷണം എടുത്ത് വെച്ചതും കാശി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു. അവനെ കണ്ടതും അവളിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ അത് അവനിൽ നിന്നും മറച്ചു പിടിച്ച് അവനെ നോക്കാതെ പോവാനൊരുങ്ങിയതും കാശി അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. അനഘയെ പിന്നിലൂടെ പുണർന്ന കാശിയിൽ നിന്നും അവൾ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കിച്ചേട്ടാ, അമ്മ വരും. ഇല്ല മോളെ, അമ്മ ഉമ്മറത്താ ഉള്ളത്. എന്നാലും വിടുന്നേ. കാശി അനഘയെ വിട്ടതും അവൾ പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. രണ്ടാമത്തെ പ്ലേറ്റിൽ വിളമ്പുന്നതിന് മുൻപ് കാശി അവളെ തടഞ്ഞു. അനഘ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ ചെയറിലേക്ക് ഇരുത്തി തൊട്ടടുത്തായി അവനും ഇരുന്നു. പ്ലേറ്റിലെ അപ്പത്തിൽ നിന്നും കഷ്ണം മുറിച്ചെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. അനഘ സന്തോഷത്തോടെ വാ തുറന്നു. അവളും അതുപോലൊരു കഷ്ണം മുറിച്ച് അവനും കൊടുത്തു. പരസ്പരം പങ്കിട്ടുകൊണ്ട് അവരാ ഭക്ഷണം സ്നേഹത്തോടെ കഴിച്ചു. രാത്രി വരെ അനഘ കാശിയുടെ മുന്നിൽ പെടാതെ ഒരുവിധം പിടിച്ചു നിന്നു. ഭക്ഷണവും കഴിച്ച് കുഞ്ഞാറ്റയും കൊണ്ട് മുകളിലേക്ക് പോയ കാശിയുടെ അടുത്തേക്ക് പോവാൻ അനഘയ്ക്കെന്തോ നാണവും ചമ്മലും തോന്നി. ഭവാനിയെയും വിച്ചുവിനെയും കിടക്കാൻ പറഞ്ഞയച്ച് അനഘ കിച്ചണിലെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു. പണികളൊക്കെ ഒതുക്കി മടിച്ച് അവൾ സ്റ്റെയർ കയറി റൂമിലേക്ക് ചെന്നു. റൂമിലെത്തി നോക്കുമ്പോൾ കാശിയും കുഞ്ഞാറ്റയും നല്ല കളിയിലായിരുന്നു. അവളത് കണ്ട് ചിരിച്ച് റൂമിലേക്ക് കയറി കബോർഡിൽ നിന്ന് മാറിയിടാനുള്ള ഡ്രസ്സ് തിരിഞ്ഞു. കടും ചുവപ്പ് നിറത്തിലുള്ള ബ്ലൗസും അതിനോട് യോജിച്ച മുണ്ടും നേരിയതും അനഘയുടെ കണ്ണുകൾ ഉടക്കി. അവൾ ഒരു ചിരിയോടെ അതെടുത്ത് ബാത്റൂമിലേക്ക് കയറി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട കാശി തിരിഞ്ഞു നോക്കിയതും കുളിച്ചിറങ്ങി വരുന്ന അനഘയെ കണ്ടു. അവൻ അവളിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അനഘ അവൻ്റെ അടുത്തെത്തിയതും കാശി അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ ചുണ്ടുകൾ അനഘയുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നതും അതിനെ അവൾ കൈകളാൽ തടഞ്ഞു. ഒരു കുസൃതിയോടെ അവനെ തള്ളി മാറ്റി കുഞ്ഞാറ്റയെടുത്ത് കാശിയോട് കണ്ണുകൊണ്ട് പുറത്തേക്ക് നിൽക്കാനായി പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ച് പുറത്തേക്കിറങ്ങിയതും അനഘ ചെന്ന് വാതിൽ ചാരി കുഞ്ഞാറ്റയെ പാല് കൊടുത്ത് ഉറക്കാൻ നോക്കി. കുഞ്ഞാറ്റ ഉറങ്ങിയതും അവളെ തൊട്ടിലേക്കിടത്തി വാതിൽ തുറന്ന് അനഘ ബാൽക്കണിയിൽ നിൽക്കുന്ന കാശിക്കരികിലേക്ക് നടന്നു. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കൂടെ നല്ല തണുത്ത കാറ്റും വീശുന്നു. നെഞ്ചിൽ ഇരു കൈകളും പിണച്ചു വെച്ച് ആകാശത്തേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന കാശിയെ അനഘ പിന്നിൽ നിന്നും പുണർന്നു. അനഘയുടെ സാന്നിധ്യം അറിഞ്ഞ കാശിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് അവൻ കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. പിന്നെ അനഘയുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ മുന്നിലേക്ക് നിർത്തി. അനഘയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്തതും അവളൊന്ന് വിറച്ചു. തങ്ങളെ കടന്നു പോകുന്ന കാറ്റിൻ്റെ തണുപ്പിൽ അവളൊന്നുകൂടെ അവനോട് ഒട്ടി നിന്നു. അനഘയുടെ സാന്നിധ്യം തൻ്റെ രക്തത്തെ ചൂടുപിടിപ്പിക്കുന്നത് കാശി അറിഞ്ഞു. അവളുടെ ഇടുപ്പിലിരുന്ന കാശിയുടെ കൈകൾ മുറുകി വന്നു. വിടർത്തിയിട്ട മുടിയിഴകളെ മുന്നിലേക്ക് വകഞ്ഞു മാറ്റി കാശിയുടെ ആദരങ്ങൾ അവളുടെ പുറത്തമർന്നു. അനഘ ഒന്ന് ഉയർന്നു പൊങ്ങി കാശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി കാശി അനഘയുടെ മുഖത്തേക്ക് പ്രണയപൂർവ്വം നോക്കി. പതിയെ അവളുടെ സിന്ദൂരരേഖയിൽ ചുണ്ടുകൾ അമർത്തി. അവിടെ നിന്നും താഴ്ന്നു വന്ന് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. രണ്ടു കണ്ണുകളിലും അവളുടെ തുടുത്ത കവിളുകളിലും അവൻ തൻ്റെ ചുണ്ടുകളാൽ മുദ്രണം ചാർത്തി. അവളുടെ നീലക്കൽ മൂക്കുത്തിയിൽ പതിയെ ഒന്ന് ചുവപ്പിച്ച് മൂക്കിൻ തുമ്പിൽ പല്ലുകളാഴ്ത്തി. കാശിയുടെ ഓരോ ചുംബനങ്ങളും അനഘയിലെ സ്ത്രീയെ ഉണർത്തിയിരുന്നു. അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടേറ്റ് അവളുടെ മുഖം ചുവന്നു തുടർത്തു വന്നു. താടിത്തുമ്പിൽ മുത്തി കാശിയുടെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നു. അവൻ്റെ നോട്ടം കണ്ട് അനഘയുടെ ചുണ്ടുകളൊന്ന് വിറച്ചു. കാശി പതിയെ അവളുടെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തതും അനഘയൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. പതിയെ അവളുടെ ആദരങ്ങളെ മുഴുവനായി കാശി കവർന്നെടുത്തു. അത്രയും മൃദുലമായ
അവളുടെ ആദരങ്ങളെ അവൻ നുകർന്നുകൊണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം അവൻ അവളുടെ ആദരത്തെ സ്വതന്ത്രമാക്കി. എന്നാൽ ശ്വാസമെടുക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ ആദരങ്ങളെ അവൻ സ്വന്തമാക്കി. അനഘയുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. ശ്വാസം കിട്ടാതെ അനഘ കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കാശി അനഘയുടെ ആദരത്തെ സ്വതന്ത്രമാക്കിയപ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വാടി വീണിരുന്നു. അനഘയെ ചേർത്ത് പിടിച്ച് കുറച്ച് സമയം അങ്ങനെ കാശി നിന്നു. ലക്ഷ്മി. അനഘയുടെ മുഖം കൈകളിൽ ഒതുക്കി അവൻ നേരെ ഉയർത്തി. എല്ലാ അർത്ഥത്തിലും എൻ്റെ ലക്ഷ്മിയെ എൻ്റേത് മാത്രമാക്കിക്കോട്ടെ ഞാൻ. കാശി അത്രയും പ്രണയത്തോടെ ആർദ്രമായി അനഘയോട് ചോദിച്ചു. അവളുടെ മുഖം നാണത്താൽ വിവശയായി. കാശി ഇറുകെ പുണർന്നുകൊണ്ടവൾ അവളുടെ സമ്മതം അറിയിച്ചു. നിമിഷങ്ങൾക്കകം അനഘയെ ഇരുകൈകൾ കൊണ്ടും കോരിയെടുത്ത് കാശി റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി അനഘയെ കാശി പതിയെ തറയിലേക്ക് കിടത്തി. ബെഡ്ലാമിൻ്റെ വെളിച്ചത്തിൽ അനഘയുടെ മുഖത്തേക്ക് കാശി പ്രണയപൂർവ്വം ഒന്ന് നോക്കി. അവളുടെ മുഖത്തിന് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അലയടിച്ചിരുന്ന പ്രണയം കണ്ടതും അനഘ അവനിൽ നിന്നും നോട്ടം മാറ്റി. കാശി അവളുടെ ശരീരത്തെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ നേരിയതിനിടയിലൂടെ കാണുന്ന വയറിലൂടെ പതിയെ വിരലോടിച്ചതും അനഘയൊന്ന് പുളഞ്ഞുപോയി. കാശി അവളുടെ ചെവിയിൽ പതിയെ കടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമമർത്തി. അവൻ്റെ ആദരങ്ങൾ അവളുടെ കഴുത്തിനെ ചുംബിച്ചുകൊണ്ടിരുന്നു. അവളുടെ ആദരങ്ങളെ അവൻ കവർന്നെടുത്തു. അനഘയുടെ മേനിയിലെ വസ്ത്രങ്ങളെ കാശി അടർത്തി മാറ്റി. അവളിലെ ഓരോ അണുവിലും അവൻ ചുംബനങ്ങളാൽ മൂടി. അവളിലെ ഓരോ പിടച്ചിലിനെയും കാശി അവൻ്റേത് മാത്രമാക്കി മാറ്റി. ഒരു ചാറ്റൽ മഴ പോലെ പെയ്തു തുടങ്ങി. ഒടുവിൽ ഒരു പേമാരിയായി കാശി തൻ്റെ പ്രണയത്തെ അവളിലേക്ക് പകർന്നു കൊടുത്തു. തന്നിലെ പ്രണയത്തെ മുഴുവനായും ഏറ്റുവാങ്ങിയ തൻ്റെ ലക്ഷ്മിയെ കാശി അവനിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. നെറ്റിയിൽ പടർന്നു കിടക്കുന്ന അവളുടെ സിന്ദൂരത്തിൽ കാശി പതിയെ ഒന്ന് ചുംബിച്ചു. അപ്പോൾ അവളുടെ ചുണ്ടുകളിൽ തെളിഞ്ഞ പുഞ്ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. പുറത്തപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാശിയുടെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അനഘ. അവൻ്റെ നെഞ്ചിലെ രോമത്തിലൂടെ വിരലോടിക്കുന്ന അവൾ ഇടയ്ക്കിടെ കാശിയുടെ കഴുത്തിലെ രുദ്രാക്ഷത്തിലും തഴുകുന്നുണ്ടായിരുന്നു. ലക്ഷ്മി. താങ്ക് യു. എന്തിന്? എൻ്റെ പ്രണയം സ്വീകരിച്ചതിന്, എന്നെ പ്രണയിച്ചതിന്, പിന്നെ എന്നിലെ പുരുഷനെ പൂർണ്ണനാക്കിയതിന്, അങ്ങനെ എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഞാനല്ല കിച്ചേട്ടാ. ഈ സ്നേഹം അനുഭവിക്കാൻ മാത്രം യോഗ്യത എനിക്ക്. അനഘയെ മുഴുവനാക്കാൻ സമ്മതിക്കാതെ കാശി അവളുടെ ആദരങ്ങളെ അവൻ്റെ ആദരങ്ങളാൽ ബന്ധിച്ചു. ഒരിക്കൽ കൂടി അവനിലെ പ്രണയം അവൾക്കായി നൽകിക്കൊണ്ട് കാശി അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഇനി ഇതേപോലെ പറഞ്ഞാലേ എൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കും, കേട്ടല്ലോ. ഒരിക്കൽ കൂടി തൻ്റെ പ്രണയത്തിൻ്റെ ചൂടേറ്റ് വാടി തളർന്ന അനഘയെ പൊതിഞ്ഞു പിടിച്ച് കാശി പറഞ്ഞു. അവൾ ഒരു നനുത്ത പുഞ്ചിരിയോടെ അവനിലേക്ക് ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു.